ഇവിടെ വന്ന് കിടക്കണേണോ? ഇങ്ങനെ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ എന്തിനാണ്? പോയതൊക്കെ തിരിച്ചു കിട്ടുവാ. നിനക്കറിയുവാ ഞാൻ എന്തുമാത്രം കട്ടപ്പെട്ടിട്ടാണ് ആ വള്ളവും വല ഉണ്ടാക്കിയെന്ന്? ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ പോലും അടച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല. അയ്യേ, ഇതെന്താണ് കൊച്ചു പിള്ളേരെ കൂട്ട്? കർത്താവ് എന്തെങ്കിലും വഴി കാണിച്ചു തരാണ്ടിരിക്കുവാ. ചേട്ടാ, ദേ ഒരു ബോട്ട് വരുന്നുണ്ട് കേട്ടാ, നമുക്ക് പോകാം. ബോട്ടുകാരവരുടെ പാട്ടിന് പോട്ടടി, നീ അവിടെ കിടക്ക്. അയ്യോ, നേരെ ഒരുപാടായി. ലോറൻസ് ചേട്ടൻ എണീറ്റ് അന്വേഷിക്കും. നമ്മ രണ്ടാളും ഈ കടലും കടപ്പുറവും മാത്രം മതിയെന്ന് തോന്നണം. കിനാവ് കാണാൻ ചെലവൊന്നും വേണ്ടല്ല, ഞാൻ പോണേണ്. എങ്ങാടെങ്കിലും പോണെങ്കിലും അവനൊന്നും പറഞ്ഞേച്ചു പോകാൻ പാടില്ലായിരുന്ന എറണം കെട്ടവന്. നേരം വെളുക്കുമ്പോ തൊട്ട് മനുഷ്യനിവിടെ തീ തിന്നണേണ്. ചേട്ടൻ പോവാൻ നേരത്തെ അമ്മയോടൊന്നും പറഞ്ഞില്ലായിരുന്ന? അതിന് നേരം വെളുത്തപ്പോ ഞാൻ അവനെ കണ്ടില്ലല്ല. കാണാതെ ഇപ്പൊ ഞാൻ കരുതി അവൻ വല്ല തൂറാനെ മുള്ളാനെ പോയിരിക്കണെന്ന്. അമ്മേ, എന്തായി? ലോറൻസിനെ കണ്ടാടി? 2 ദിവസമായിട്ട് ലോറൻസ് ഏട്ടനും ഏട്ടനെ കണ്ടിട്ടില്ല എന്ന്. എന്റെ മോന്റെ വള്ളവും വലിയും കത്തിപ്പോയി ഇപ്പൊ കരക്കാരുടെ കണ്ണുകടി മാറിയല്ല. തലയും മൂലയും വളർന്ന പെങ്കൊച്ചും കൂടെ 2 അതുങ്ങളെ കെട്ടിച്ചയക്കാനുള്ള ചുമതലക്കാരനാണ് അവൻ. അവൻ എന്തെങ്കിലും പറ്റിയാ പിന്നെ ഞങ്ങള് ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടാ? എടാ ലാസറേ, എന്താണ് വാർത്തപ്പങ്ങളെ? എന്റെ പൊന്നുമോ മാർക്കോസ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് ദിവസം 2 നീ എങ്ങാനും കണ്ടാടാ? ഇതാണാ കാര്യം. അവൻ വട്ടവല മേടിക്കാനായിട്ട് ചിലപ്പോ കൊച്ചിയിലാട്ടെങ്ങാനും പോയി കാണും. കൊച്ചിയിലാട്ട് പോയിട്ട് വരാൻ 2 ദിവസത്തെ വഴിയുണ്ടാടാ കോക്കാനെ? എന്നാ അവൻ അവിടെ ചെന്നപ്പോ വേറെ എന്തെങ്കിലും കോള് കിട്ടിക്കാണും. അവനാരാണ് മോൻ? തിരുവനന്തപുരത്ത് പറഞ്ഞ മംഗലാപുരത്താണല്ലോ. നീ തമാശ കളഞ്ഞ കാര്യം പറയണ്ട ലാസറേ, എന്റെ വയറ്റിൽ തീയാണ്. നിന്റെ മേത്ത ചക്കൻ എവിടെയടി? ഇനി അവനായിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കോ? അതിന് ബാപ്പുട്ടിക്ക് ഇപ്പോഴാണല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എനിക്ക് നിന്നിട്ട് നിക്കപ്പുറത്ത് കിട്ടണില്ലാട്ടാ. ആനന്ദ മുതലാളിയോടാണ് അവനോടക്കിയത്. നിങ്ങളൊന്ന് പേടിക്കാണ്ടിരി എന്റെ പെങ്ങളെ. അന്ത്യാമ നിങ്ങൾക്കൊരു കുപ്പി കള്ളുമായിട്ട് അവൻ ഇങ്ങാടെത്തും. എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി എവിടെങ്കിലും പോയിട്ടുണ്ടാവും മാർക്കോസിക്ക. ചേട്ടൻ എവിടെ പോവേണേലും പറഞ്ഞിട്ടേ പോവുള്ളൂ. എനിക്കാകെ പേടിയാവണ്. അനന്തൻ മുതലാളി വല്ല കടുങ്കയും ചെയ്ത് കാണുവാ. ബാപ്പൂട്ടിക്ക് അന്വേഷിക്കണുണ്ടല്ലോ, നിങ്ങൾ സമാധാനപ്പെട്. അയ്യോ, എന്റെ മോളെ വിടുക, എന്റെ മോളെ വിടുക, മോളെ, മോളെ, എന്റെ മോളെ വിടുക. എന്റെ ഈശോയെ, എന്റെ മോളെ എന്തായി കാണിക്കും? എന്റെ അമ്മേ, എന്റെ മോളെ വിടുക, എന്റെ മോളെ വിടുക. എവിടെടാ മാർക്കോസ്? ആരടാ നീ? നിന്നോടാ ചോദിച്ചത്?
ആരാണ് ബാപ്പുട്ടി? ഞാനാ. എന്താ കാര്യം? ഹാജിയാര് വിളിക്കുന്നു. ഏത് ഹാജി? മുസ്തഫ ഹാജി. അസ്സലാമു അലൈക്കും. ഈ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഞമ്മക്ക് എന്നോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആ കേറ്. വരി. അല്ലാ. ആ ഇരിക്കി. അപ്പോ ബാപ്പുട്ടിക്ക് കുടിക്കാൻ എന്താണ്? ഒന്നും വേണമെന്നില്ല. അല്ലോ, മുസ്തഫ ഹാജിന്റെ ബംഗളായി വന്നിട്ട് ഒന്നും കഴിക്കാണ്ട് ആരും ഇവിടുന്ന് പോയിട്ടില്ല. ആ മൻസൂറെ കൊണ്ടുവരി. ബാപ്പുട്ടിനെ കുറിച്ച് നമ്മൾ പെരുത്ത് കേട്ടിരിക്കണം. അതുകൊണ്ടാണ് അന്നെ അന്വേഷിച്ച് നമ്മൾ നേരിട്ട് അങ്ങോട്ട് വന്നത്. ഈ വരുന്നതിന് മുമ്പ് കോയിക്കാതോട് പൊരുതി നിൽക്കാൻ ആ കടപ്പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഒന്നിനെയും കുസാത്ത അന്ത്യ ചങ്കുറ്റം ഉണ്ടല്ല, അതാണ് ഞമ്മക്ക് വേണ്ടത്. മനസ്സിലായില്ല. ആ അതൊക്കെ പറയാം മോനെ. ആ അതിനു മുമ്പ് ഈ ഒരെണ്ണം പിടിപ്പിക്ക്. എനിക്കിതൊന്നും ശീലമില്ല. അല്ലോ, അനക്ക് ശീലമില്ലാത്ത എന്തെല്ലാം ഇനി ചെയ്യാൻ കിടക്കണ്? ഹാജിയാര് കള്ള് കഴിക്കണ കാണുമ്പോ അനക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. എടോ, ഇത് പുറത്തറിഞ്ഞാലല്ലേ ഹറാമാവുന്നുള്ളു. ഇത് കഴിക്കടാ മോനെ. വേണ്ട. ആ വേണ്ടെങ്കി വേണ്ട, നിർബന്ധിക്കുന്നില്ല. എന്നെ എന്തിനാ കൂട്ടിക്കൊണ്ടു വന്നത്? പറയാം മോനെ. അതിനു മുമ്പ് അന്നെ വിശ്വസിക്കാൻ കൊള്ളാവോന്ന് ഞമ്മക്കൊന്നറിയണ്ടേ? വിശ്വാസവഞ്ചന ബാപ്പുട്ടിക്കറിയില്ല. പക്ഷേങ്കി പ്രവൃത്തിയില് ഈ ഞമ്മക്കത് കാണിച്ചു തരണം. ഈ മുസ്തഫ ഹാജി ആരാന്ന് അനക്കറിയാവോ? അറിയാം, നല്ല പോലെ അറിയാം. അല്ലോ, മിടുക്കൻ. അപ്പോ ഞമ്മള് വലിയ കള്ളക്കടത്തുകാരനാണെന്ന് ഈ കേട്ടിരിക്കുന്നു അല്ലേ? കോയിക്കാദറിനെ കൊന്ന കേസില് അനക്ക് ശിക്ഷ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ആ കേസ് ഇല്ലാണ്ടാക്കാൻ ഞമ്മള് വിചാരിച്ചാൽ നടക്കും. പോലീസും കോടതിയും നിയമവും ഒക്കെ ഹാജിയാരുടെ ബംഗ്ലാവിലിരുന്ന് ഹാജിയാർ തീരുമാനിക്കണ പോലെയാണ്. അന്നെ ഞമ്മൾ രക്ഷിക്കും. പക്ഷെങ്കിൽ ആ നന്ദി ഈ ഞമ്മളോട് കാണിക്കണം. സ്നേഹിക്കുന്നവർക്ക് സ്നേഹം വാരിക്കോരി കൊടുക്കുന്നവനാ ഈ മുസ്തഫ ഹാജി. നന്ദികേട് കാണിച്ചാലുണ്ടല്ല, ഓന്റെ മയ്യത്ത് പോലും ദുനിയാവ് ബാക്കി വെച്ചേക്കൂല. ഞാനും അങ്ങനെ തന്നെയാണ്. ശത്രുവിന്റെ പൊടി പോലും ബാക്കി വരുന്നത് എനിക്കും ഇഷ്ടമല്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ചെയ്യാൻ ഒരുപാടുണ്ട് മോനെ. തൽക്കാലം ഈ ഒന്ന് വിശ്രമിക്ക്. മൻസൂറെ, താൻ ഇയാളെ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടാക്ക്. ഓ, വൈകിട്ട് നമ്മൾ വരും. ബാക്കി കാര്യങ്ങള് അവിടെ വെച്ച് സംസാരിക്കാം. വാ. ഇയാൾ ആരാ? എന്തിനാ ഇവിടെ വന്നേ? ബാപ്പ കൂട്ടിക്കൊണ്ടുവന്നതാ. ഇനി ബാപ്പൂട്ടിന്റെ കാര്യത്തില് നിങ്ങൾ പേടിക്കണ്ടാന്ന്. ഓനിപ്പം ഞമ്മടെ ആളാന്ന്. ഇനി കടപ്പുറത്ത് കിടന്ന് ബലസാൻ ഓനെ കിട്ടൂലടോ. കണ്ണടച്ച് നമുക്ക് അവനെ വിശ്വസിക്കാമോ ഹാജിയാരെ? അല്ലോ, ഫസ്റ്റ് ഓന്റെ മയ്യത്ത് ചിട്ടിപ്പ് ഇരിക്കണത് ഞമ്മടെ കയ്യിലാണല്ലേ.
കോയിക്കാദറിനെ കൊന്ന കേസിലെ 1-ാം പ്രതിയാണല്ലോ ഓൻ. ഇനി ഞമ്മള് പറഞ്ഞ പോലെ ഓൻ എന്തും ചെയ്യൂ. ആ പിന്നീടോ, ഇനി വരുന്ന കപ്പലെന്ന് ചരക്കെടുക്കാൻ ഓനെ വിടാന്ന് വിചാരിക്കാം ഞമ്മള്. പെട്ടെന്നങ്ങനെ വേണോ ഹാജിയാരെ? ആ അതേന്ന് ഞമ്മടെ ഒരു ടെസ്റ്റിങ്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നു. ഓൻ ഉശിരുള്ളവനാ. അതേന്ന്. അപ്പൊ പിന്നെ കാണാം. ശരി. കണ്ണി കണ്ട അലവലാദികളെയൊക്കെ വാപ്പ എന്തിനാ ഇവിടെ വിളിച്ചു കയറ്റുന്നേ? ഹലോ പഷ്ട് അലപലാതിയാ. ഓന്റെ കുപ്പായവും വേഷങ്ങളുടെ മോൾ ഇങ്ങനെയൊക്കെ പറയണേ. ഓം മിടുക്കനാ മോളെ. ഈ വക തെമ്മാടികളൊക്കെ വാപ്പയ്ക്ക് മിടുക്കന്മാരാ. എനിക്കൊന്നും ഇഷ്ടമല്ല. അല്ലാ, ബാപ്പച്ചിയുടെ ഫൗസിമോക്ക് ഇന്ന് മൂക്കത്താണുള്ള ശുണ്ടി. ഒന്നും കഴിച്ചില്ലേ മോളെ? എന്നകത്തിയെന്ന് ഒരു ഓറഞ്ച് ജ്യൂസ് എടുത്ത് കുടിക്കി. ബാപ്പച്ചിയുടെ പഞ്ചാര കുട്ടി.